പിശാചിൻ്റെ സാന്നിധ്യമുള്ള വീടാണ് നിങ്ങളുടെ വീടെന്ന് തോന്നുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് സമാധാനം ആസ്വദിക്കാൻ കഴിയണില്ല, എപ്പോഴും ടെൻഷനാണ്, ഒരു സ്വസ്ഥതയില്ല, ആകെ ഒരു കുടുങ്ങിയ ജീവിതം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ വീട് പിശാചിൻ്റെ സങ്കേതമായി മാറിയിട്ടുണ്ട്. പൈശാചിക ഉപദ്രവം നമ്മുടെ വീട്ടിലുണ്ട്. ഈ പിശാചുക്കളെയൊക്കെ ഓടിച്ച് കളയാനായിട്ട് ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. 7 കാര്യങ്ങൾ, സിമ്പിളായ 7 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലക്കുകളുടെ കേന്ദ്രമാക്കി നിങ്ങളുടെ വീടിനെ മാറ്റാനും പറ്റും, പിശാചിനെ തുരത്തി ഓടിക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് മുതൽ ഇത് ട്രൈ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം അള്ളാഹുവിൽ നിന്ന് ആസ്വദിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ നമ്മുടെ ശത്രു അത് ശൈത്വാനാണ്. ഈ ശൈത്വാന്മാർ നമ്മുടെ വീട്ടിൽ കൂടുകൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും വഴക്കാണ്, എപ്പോഴും ദാരിദ്ര്യമാണ്, എപ്പോഴും അസ്വസ്ഥതയാണ്, ഒരു കുടിസായ ജീവിതം. വീടിൻ്റെ അകത്ത് ചിലപ്പോൾ വലിയ വീടായിരിക്കും, പക്ഷേ ഒരു ചേരിയിൽ പോയി കിടക്കുന്ന ഫീല് പോലും അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സുഖം പോലും കിട്ടാത്ത വണ്ണം ജീവിതം ഇങ്ങനെ കുടിസായി കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ശൈത്വാൻ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് 7 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അതിൻ്റെയും കൂടെ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ ദിക്റുള്ളവരാകുക. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന് ഓർമ്മ ഉണ്ടാവണം. ഒരു കാര്യം ചെയ്യുമ്പോൾ പടച്ചോനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഒരു ഹറാമായ കാര്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹ് എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വിട്ടു നിൽക്കുന്നവരാകണം. നിസ്കാരം കൃത്യമാക്കുന്നവരാകണം. അതുപോലെ തന്നെ കച്ചവടങ്ങളിലേക്ക് ഹറാമുകൾ കടത്തിക്കൂട്ടാത്തവരാകണം. അങ്ങനെ അള്ളാനെ ഓർത്ത് നടക്കുന്ന മനുഷ്യരാണ് അവിടുത്തെ കുടുംബനാഥനും കുടുംബനാഥയും മക്കളുമെങ്കിൽ ഒരു പരിധിവരെ പിശാചിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. സൂറത്ത് സുഹ്റൂഫിൻ്റെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദിക്ർ, റഹ്മാനായ റബ്ബിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു ശൈത്വാനെ അള്ളാഹ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ശൈത്വാൻ നമുക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ചു തരും. ഫഹുവലഹു ഖരീൻ, അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചങ്ങാതിയായിട്ട് അവൻ മാറും. അവൻ നിങ്ങളുടെ ഒട്ടി നിൽക്കും നിങ്ങളോട്. അത്ര അടുത്തേക്ക് പിശാച് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. യാ അല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിശാച് നമ്മളെ വിട്ടു പോകണമെങ്കിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം. അള്ളാഹിനെ കുറിച്ച് ദിക്ർ വേണം ഏത് സമയത്തും. എൻ്റെ നാഥൻ, എന്ത് ടെൻഷൻ വന്നാലും, എന്തിനാ ടെൻഷൻ, എൻ്റെ നാഥൻ എന്നോടൊപ്പം ഉണ്ട്. അവനൊരു പിശാചിനും തോപ്പിക്കാൻ പറ്റൂല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇന്നലെയും പറഞ്ഞില്ലേ, സ്വബാഹുൽ ഖൈറിൽ നമ്മൾ ഹംദ് പറഞ്ഞു തുടങ്ങാൻ കാരണം എന്താ? എത്ര പ്രയാസം ഉണ്ടെങ്കിലും, എത്ര വലിയ രോഗം ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും അൽഹംദുലില്ലാ പറയുന്ന ഒരു മനുഷ്യനെ ഒരു പിശാചിനും തൊടാൻ പറ്റൂല. കാരണം എന്താ? അവൻ എപ്പോഴും അള്ളാഹിൻ്റെ ദിക്റിലാണ്. ഒന്നാമത്തേത് അതാണ്. അല്ലെങ്കിൽ ആ ദിക്റില്ല എങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ ജീവിതം തന്നെ പിശാച് കയറി നിറങ്ങിക്കളയുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തേത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. ഇമാം മുസ്ലിം റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി. ഒരു മനുഷ്യനെ വീട്ടിലേക്ക് കയറി വന്നു. അയാൾ വീട്ടിൽ കയറിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കയറി. ഏത് കാലം വെച്ച് കയറണം? വലത്തെ കാലം വെച്ച് കയറണം. അതുപോലെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കാൻ നേരത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ശൈത്വാൻ ഉണ്ടെങ്കിൽ ശൈത്വാൻ എന്ത് പറയുന്നറിയോ? ഖാല ശൈത്വാൻ വിളിച്ചു പറയും, ലാ മബീത ലക്കും വലാ അശ. നമുക്കിവിടെ താമസമില്ല, നമുക്കിവിടെ ഭക്ഷണമില്ല മക്കളെ, വേറെ സ്ഥലം നോക്കി പോവാന്ന് ശൈത്വാൻ തൻ്റെ അനുയായികളോട് പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബിസ്മി ചൊല്ലി വീട്ടിൽ കയറുക, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക. ആ വീട്ടിലേക്ക് പിശാച് ഉറങ്ങാനും വരൂല, ഭക്ഷണം നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് കഴിക്കാനും വരൂല. പിശാച് കൈയിട്ട് വാരി കഴിക്കണ ഭക്ഷണം കഴിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ രോഗികളാകണത്. മനസ്സിലാവണ്ടോ? അപ്പോൾ പിശാച് വരൂല. ഇനിയോ വഇദാ ദഖല റജുൽ, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറാണ്, വലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി, അവന് വീട്ടിലേക്ക് കയറിയപ്പോഴും ബിസ്മി ഇല്ലില്ല, അതുപോലെ ഭക്ഷണം കഴിച്ചപ്പോഴും അവൻ ബിസ്മി ഒന്നും ചൊല്ലിയില്ല. ബിസ്മിയൊക്കെ എന്ത് സാധനം പിടിച്ചേടി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് അങ്ങോട്ട് കയറി 2 ഒച്ച ഉണ്ടാക്കി വീട്ടിലേക്ക് കയറി അങ്ങ് പോയി. കാല ശൈത്താൻ വിളിച്ചു പറയും, അദ്റക്തഹുൽ മബീത്ത്, മക്കളെ ഇനിയിപ്പോൾ വേറെ ലോഡ്ജൊന്നും അന്വേഷിച്ച് പോകണ്ട, നമ്മുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ റിസോർട്ട് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫുഡ് ഇതേ ഉണ്ട്, നല്ല അടിപൊളി ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്, ചിക്കനും മട്ടനൊക്കെ ഇരിക്കുന്നത്, ഇനി വേറെ ക്യാമ്പൊന്നും നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട, നമുക്ക് ഇവിടെ കൂടാമെന്ന് ശൈത്താൻ പറയും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ നമ്മുടെ വീട്
കയറി വരുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാജിൻ്റെ കൂടായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പിശാജിനെ പുറത്താക്കാൻ, പിശാജ് കയറാതിരിക്കാൻ, പിശാജ് നമ്മളോടൊപ്പം കഴിക്കാതിരിക്കാൻ, പിശാജ് നമ്മുടെ കൂടെ കിടക്കാതിരിക്കാൻ ബിസ്മില്ലാഹി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചൊല്ലുക, ഭക്ഷണം കഴിക്കുമ്പോഴും ചൊല്ലാം. ഓക്കെ, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാന്നാണ്. സലാം പറയാം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞ എന്താ ഗുണം? ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സംരക്ഷണം ഏറ്റെടുത്ത 3 ആൾക്കാരുണ്ട്, 3 ടീമുണ്ട് എന്നാണ്. 3 പ്രവർത്തനം ചെയ്യുന്നവരുടെ കാര്യം അള്ളാഹ് ഏറ്റെടുത്തു എന്നാണ്. അള്ളാഹ് ഏറ്റെടുത്താൽ പിന്നെ അവിടെ പിശാചിന് റോളുണ്ടാ? ഒരു റോളുമില്ല. പിശാചൊക്കെ മാറിക്കണം നമ്മുടെ മുമ്പിൽ. അതിൽ ഒരു കാര്യം എന്താണ്? മൻ ദഖല ബൈതഹു ഫസല്ലമ വഹുവ ളാമിനുൻ അലല്ലാഹ്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വരുന്ന മനുഷ്യനാണെങ്കിൽ അവൻ അള്ളാന്റെ കാവലിലാണ്. അവനെ തൊടാൻ ഒരു ശൈത്താനും പറ്റൂല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾ സലാം പറഞ്ഞിട്ട് കയറണം. എങ്ങനെ സലാം പറയണം? വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാം. ആരും ഇല്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറഞ്ഞ് നമ്മൾ കയറണം. അങ്ങനെ കയറിയാൽ അള്ളാന്റെ കാവലിൽ നമ്മൾ ഉണ്ടാവും. ജാമിഅ തിർമിദിയിൽ ഇമാം തിർമിദി റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, മോനെ നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ സലാം പറയണം. യകുൻ ബറക അലൈക വഅലാ അഹ്ലി ബൈതിക്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് ബറക്കത്താണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകലല്ല, അല്ലേ? ഒരുപാടുണ്ടാകലല്ല, ഉള്ളതിൽ സമാധാനം ഉണ്ടാകലാണ്. ചിലർക്ക് ഒരുപാടുണ്ടാവും, സമാധാനം ഉണ്ടാവില്ല. നമുക്ക് ഒരുപാടുണ്ടെങ്കിലും കുറച്ചുള്ളൂവെങ്കിലും സമാധാനം കിട്ടും വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞാൽ. അപ്പോൾ സലാം പറയുന്നതോടുകൂടെ അള്ളാഹ് നമ്മളെ ഏറ്റെടുക്കുകയാണ്. പിന്നെ സമാധാനമാണ് അവിടെ. പിന്നെ പിശാചിന് റോളില്ല. അപ്പം ഇന്ന് മുതൽ സലാം എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും അകത്തേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞു കയറുക. മാഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത്തേത് എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനമുണ്ട്. ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലിഹി ഫതഹ്ദുറുഹുൽ മലായിക വതഹ്ജുറുഹു ശയാത്തീൻ. ഒരു വീട്, അത് ഭയങ്കര വിശാലത തോന്നിക്കും നമുക്ക്. ആ വീട്ടിൽ ചിലപ്പോൾ ചെറിയ വീടായിരിക്കും, പക്ഷെ ഭയങ്കര വിശാലത. അതിൻ്റെ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സമാധാനമുള്ള വീട്. വല്ലാതെ നമ്മുടെ റോഡിനേക്കാളും വീട് വികസിച്ചതുപോലെ വല്ലാത്തൊരു സന്തോഷം. അതുപോലെ തന്നെ ഫതഹ്ദുറുഹുൽ മലായിക, അവിടെ മലക്കുകളെ കൊണ്ടിങ്ങനെ നിറയും, മലക്കുകളെ കൊണ്ടൊരു നിറയും, അങ്ങനെയുള്ള വീട്. അതുപോലെ തന്നെ പിശാചാണെങ്കിൽ പേടിച്ച് ഓടുകയും ചെയ്യും. ആ വീട്ടിൽ നിൽക്കൂല, അവൻ അവിടെ നിന്ന് ഓടിക്കളയും. അങ്ങനെയുള്ളൊരു വീട്. അതുപോലെ തന്നെ ഫയക്സുറു ഖൈറു, ആ വീടിൻ്റെ നന്മ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഏതാണ് ആ വീടെന്നറിയോ? അയ്യുഖറഅ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെടുന്ന വീട്. അപ്പോൾ ഒരു ഖുർആൻ ഓതപ്പെടുന്ന വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ പിന്നെ ശൈത്താന് ഒരു നിലനിൽപ്പില്ല. അവൻ പേടിച്ച ഓടിക്കളയും. അവിടെ പിന്നെ മലക്കുകളുടെ കേന്ദ്രമായി മാറും. വല്ലാത്തൊരു വിശാലത ആ വീട്ടിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വൈനൽ ബൈത ല യദീഖു അലാ അഹ്ലിഹി, ഒരു വീട്, അത് വലിയ വീടായിരിക്കും ചിലപ്പോൾ, അല്ലേ? പക്ഷേ അതിൻ്റെ അത് കയറിയ മനസ്സങ്ങ് കുടുസാകണത് പോലെ വല്ലാത്തൊരു പ്രയാസം. വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സ്വസ്ഥതയില്ല, മനസ്സിങ്ങനെ കുടുസായി വരികയാണ്. ഫതഹ്ജുറുഹുൽ മലായിക, നേരത്തെ ശൈത്താനാണ് ഓടിയതെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മലക്കുകളോടും, മലക്കുകളെ ഭാഗത്തേക്ക് വരൂല. ഫതഹ്ദറുഹു ശയാത്തീൻ, പിശാചുക്കളിങ്ങനെ കുന്നുകൂടി നിൽക്കുക വീടിൻ്റെ അകത്ത്. അല്ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെടാത്ത വീടാണത് എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തന്നെയല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്? എന്തൊരു അത്ഭുതമാണ്, അല്ലേ? അപ്പം പിശാചിൻ്റെ ഒരു സങ്കേതമാക്കി നിങ്ങളുടെ വീട് മാറ്റണമെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതണ്ട കേട്ടോ. മലക്കുകളുടെ കേന്ദ്രമാക്കണോ? സമാധാനം വേണോ? ഖുർആൻ ഓതിക്കും. നമ്മളിന്ന് ഖുർആൻ ഓതുന്നുണ്ടോ? സൂറത്ത് യാസീനൊക്കെ പണ്ട് എല്ലാ ഇശായിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ ഓതുമായിരുന്നു, അല്ലേ? പക്ഷേ ഇന്ന് എത്ര പേര് ഓതുന്നുണ്ട്? ഇല്ല. ദിക്റില്ല, സ്വലാത്തില്ല, റസൂലുള്ളാഹിൻ്റെ മദ്ഹില്ല, ഒന്നുമില്ല നമ്മൾ, അല്ലേ? ഇതൊക്കെ ഒന്ന് കൃത്യാക്കി നോക്കിയ ഖുർആൻ ഓതുക. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ, ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതി കഴിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടുന്ന് പിശാച് വരണ്ടോടും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തജ്അലു ബുയൂതക്കും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പള്ളിക്കാടുകളാക്കി മാറ്റല്ലേ, ഒരു ശ്മശാനം പോലെ ആക്കി മാറ്റല്ലേ. അവിടെ ഖുർആനും ദിക്റും സ്വലാത്തും ഒക്കെ നടക്കട്ടെ. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആയാൽ അവിടെ നിങ്ങൾക്ക് മലക്കുകളുടെ കാവലുണ്ടാവും, അതിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഇല്ലെങ്കിൽ പിശാചിൻ്റെ വീടായി മാറും. ഓക്കെ, അഞ്ചാമത്തേത് എന്താണ്? അഞ്ചാമത്തേത്, രാത്രി ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ വാതിലടയ്ക്കുക. വീടിൻ്റെ വാതിലൊക്കെ ഒന്ന് അടച്ചു വെക്കുക. ജനലിൻ്റെയും അതുപോലെ തന്നെ വാതിൽ, ഈ മെയിൻ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദസ്തജ്നഹൽ ലൈലു ഔ കാന ജുനുഹുൽ ലൈൽ ഫകുഫു സിബിയാനകും. രാത്രിയുടെ ഒരു തുടക്കമുണ്ടല്ലോ, രാത്രി ആകാറാകുന്ന ഒരു സമയം, ആ സമയത്ത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ തടഞ്ഞു വെക്കുക, കുട്ടികളെ തടഞ്ഞു വെക്കണം, കുട്ടികളെ പുറത്തേക്ക് വിടരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പണ്ട് കാരണവന്മാർ പറയുമ്പോൾ ഒന്ന് പോയ ഉമ്മ ഒന്ന് പുറത്തേക്ക്, പിന്നെ എന്താ പുറത്ത് പോയാൽ എന്താ കുഴപ്പം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ല, പുറത്തേക്ക് വിടരുത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. കാന ശയാത്തീൻ തൻതസിറു ഹീനഇദിൻ. ആ സമയത്ത് പിശാചുക്കൾ ഇങ്ങനെ വ്യാപിച്ച് ഓടി നടക്കുന്ന ഒരു ഘട്ടമാണ് ഈ മഗ്‌രിബിൻ്റെ നേരം. ആ സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കരുത്. നമ്മുടെ മക്കളൊക്കെ ആ സമയത്ത് ട്യൂഷനൊക്കെ പോകണമെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും. വല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവർ അഊദു ബി കലിമാത്തിയൊക്കെ ഓതി ഒന്ന് മന്ത്രിച്ചൊക്കെ പുറത്തേക്ക് ഇറക്കുക അത്യാവശ്യ ഘട്ടങ്ങൾക്ക്. അല്ലാതെ ഈ ഒരു മഗ്‌രിബിൻ്റെ നേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറക്കരുത് എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ആ പിശാചുക്കൾ ഓടി നടക്കുന്ന സമയത്തുണ്ട് മഗ്‌രിബിൻ്റെ നേരത്ത് നമ്മുടെ വാതിലും ജനലൊക്കെ ഒന്ന് അടച്ചു വെക്കാം. പിന്നെ ഒരു ഇത്തിരി രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ കുട്ടികളെ പുറത്തേക്ക് വിട്ടോ വാതിലൊക്കെ തുറന്നോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ സമയത്തൊക്കെ ഒന്ന് അടച്ചു വെക്കണം. ഇനി ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, വാഗലിക് ബാബക് വദ്കുർ ഇസ്മല്ലാഹ്. വാതിലടക്കുമ്പോൾ, വാതിൽ കുറ്റിയിടുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കുറ്റിയിടണേ. വഅത്ഫി മിസ്ബാഹക് വദ്കുർ ഇസ്മല്ലാഹ്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ, കിടക്കാനാകട്ടെ എപ്പോഴാകട്ടെ, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് ഓഫ് ചെയ്യണേ. വഅഖി സിഖാഅക് വദ്കുർ ഇസ്മല്ലാഹ്. നിങ്ങൾ വെള്ളപ്പാത്രം, ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ മൂടി വയ്ക്കുമ്പോൾ അവിടെയും ബിസ്മി ചൊല്ലിയിട്ട് മൂടി വെക്കണേ. അങ്ങനെ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ പിശാചിന് ഒരു റോളുമില്ല, പിശാചങ്ങോട് കടക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ സന്ധ്യാനേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പുറത്തിറക്കരുത്. അവർക്ക് മറവി രോഗം ഉണ്ടാകും, വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക. അതുപോലെ തന്നെ എപ്പോൾ വാതിലടച്ചാലും ലൈറ്റ് ഓഫ് ചെയ്താലും, അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ നാവിലിങ്ങനെ ബിസ്മില്ല ഓടിക്കളിക്കട്ടെ. വലിയ പവറല്ലേ ബിസ്മിക്ക്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആറാമത്തേത്, നമ്മുടെ വീട് ഒരു പരിധിവരെ ബാങ്ക് വിളികൾ കേൾക്കുന്ന സ്ഥലത്താക്കുക. ബാങ്ക് കേൾക്കുന്നില്ല, അവിടെ എന്തെങ്കിലും കോളാമ്പിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോട് പറയണം, എന്താ അവിടെ കോളാമ്പിക്ക് കംപ്ലൈൻറ്റ്, നമ്മുടെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കണില്ല. എന്താ കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ശൈത്വാന ഇദാ നൂദിയ ബിസ്സലാ. നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നത് കേട്ടാൽ, അതായത് ബാങ്ക് വിളിക്കണ കേട്ടാൽ പിശാച് പിന്നെ അവിടെ നിൽക്കില്ല, അവൻ വരണ്ടോടും കീഴ്വായു വിട്ടുകൊണ്ട് ഓടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളൊക്കെ വീട് വെക്കുമ്പോൾ പള്ളിയുടെ അടുത്തൊരു സ്ഥലം നോക്കിയാൽ, അല്ലേ, പള്ളിയുടെ അടുത്ത് സ്ഥലം നോക്കണം. അതുകൊണ്ടാണ് ശൈത്താൻ്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ. ഒരു പരിധിവരെ പിശാചിൽ നിന്ന് രക്ഷ കിട്ടും നമുക്ക്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ പിന്നെ ആ ഭാഗത്തവൻ നിൽക്കൂല, നിരന്തരം ഇങ്ങനെ ബാങ്ക് വിളി കേൾക്കുക. അതുകൊണ്ടാണ് സ്വഹാബത്തിനും താബിഈങ്ങളിലും പെട്ട സ്വാലിഹീങ്ങൾ അവരുടെ കുടുംബത്തിലൊരു പൈശാചിക ഉപദ്രവം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ബാങ്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് രക്ഷ കിട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയോടടുത്ത് വീടാകൽ അത് വലിയ ഹൈറാണ്. നമ്മുടെ ഏരിയയിലൊക്കെ അത്യാവശ്യം ബാങ്ക് കേൾക്കുന്നു എന്നല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഇല്ലേ, കേൾക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏഴാമത്തേത്, ലാസ്റ്റത്തേത് പറയട്ടെ. വീട്ടിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ചിത്രങ്ങൾ, പ്രതിമകൾ, അതുപോലെ തന്നെ നായയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മലക്കുകൾ വരില്ല. മലക്കുകൾ വന്നില്ലെങ്കിൽ അത് പിന്നെ പിശാചിൻ്റെ കേന്ദ്രമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒരു സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ജിബ്രീൽ വരണില്ല. അപ്പോൾ മുത്തുനബി ഇങ്ങനെ നോക്കുമ്പോണ്ട്, ഒന്ന് വീടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കട്ടിലിൻ്റെ ഇടയിൽ ഒരു നായ കയറി കിടപ്പുണ്ട്. അപ്പോൾ നായയെ പതിയൊന്ന് പുറത്തേക്കാക്കി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. അപ്പോൾ നബി നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ നോക്കിയിരുന്നല്ലോ, എന്താണ് വരാതിരുന്നത്? ജിബ്രീൽ പറഞ്ഞു, മനഅനിൽ കൽബുല്ലദീ കാന ഫീ ബൈതിക്. നബിയെ, അങ്ങയുടെ വീട്ടിലുള്ള നായയാണ് ഞങ്ങളെ തടഞ്ഞത്. ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി ഖൽബുൻ വലാ സൂറ. യാ അല്ലാഹ്, അത് ഞങ്ങൾ, അതായത് മലക്കുകൾ നായയും അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീട്ടിലേക്ക് ഞങ്ങൾ വരൂല നബിയെ. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ടൊന്ന് തൂക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ വെക്കേണ്ട ഒരു സാധനമല്ല അത്. അതുപോലെ തന്നെ ഈ പ്രതിമകൾ ഉണ്ടാക്കി, ജീവനുള്ള വസ്തുവിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വീടുകളിലേക്ക് മലക്കുകൾ കടന്നു വരില്ല. അതുപോലെ തന്നെ നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ കടക്കില്ല. അപ്പം നായ വളർത്താൻ പറ്റില്ല എന്നാണ്. കാവലിന് വേണ്ടി നായ വളർത്താമെന്ന് മസാലകളുണ്ട് കേട്ടോ, അതിനൊന്നും വിഷയമില്ല. പക്ഷേ അകാരണമായി നായയെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നായ മോശം ജീവിയായതുകൊണ്ടല്ല, അവിടെ ചില വിഷയങ്ങൾ മസാലകൾ മനസ്സിലാക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അത് മലക്കുകൾ അങ്ങോട്ട് കടന്നു വരില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വീട്ടിലെ സംഗീതം ഹറാമാണ്, മ്യൂസിക് ഹറാമാണ്. അതുപോലെ തന്നെ സിനിമ, അതുപോലെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞാടുന്നൊരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നെ
അള്ളാഹുവിൻ്റെ മാലാകമാർ കടക്കില്ല. മാലാകമാർ കടന്നില്ലെങ്കിൽ പിന്നെ അത് പിശാചിൻ്റെ വീടായി മാറുന്നതാണ്. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഈ 7 ഇന്ന് മുതലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും.